പൊളിറ്റിക്കൽ ബട്ട് പ്രൂഡന്റ് എന്നാണ് അവർ പറഞ്ഞത്. 3 വാക്കുകളിൽ ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചു. സാമ്പത്തിക അച്ചടക്കം തീരെ ബലി കഴിച്ചിട്ടില്ല ബജറ്റിൽ എന്നുള്ളതാണ്. ഇത് രാഷ്ട്രീയ ധ്വനി അതിനകത്തുണ്ട്, നമുക്ക് എല്ലാവരും അറിയാം. ബജറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലൊക്കെ തന്നെ ഈ ബജറ്റിലെ ഫോക്കസ് 4 കാസ്റ്റുകളാണ്, 4 ജാതികളാണ്. ഏതാ ഈ 4 ജാതി? ഓക്കെ, ഗോ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ആദ്യത്തെ സ്ലൈഡിലേക്ക് പോയിക്കോളൂ. ഞാൻ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് എ ബജറ്റ് ഫോർ യൂത്ത് ഫോക്കസ്ഡ് ഓൺ ജോബ് ജനറേഷൻ. ഈ ബജറ്റിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഇതില് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങളെ പോലുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ബജറ്റ്. 4 കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഇന്ത്യ വളരെയധികം കാസ്റ്റ് കോൺഷ്യസ് ആയിട്ടുള്ള, ജാതി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സമൂഹമാണല്ലോ. പക്ഷെ അപ്പൊ അതുകൊണ്ട് ധനമന്ത്രി കുറച്ചൊരു തമാശ രൂപത്തിലൂടെ പറയുന്നത് ഈ ബജറ്റിലെ ഫോക്കസ് 4 കാസ്റ്റുകളാണ്, 4 ജാതികളാണ്. ഏതാ ഈ 4 ജാതി? ഒന്ന്, നമ്മുടെ സമൂഹത്തിലെ ദരിദ്രരായിട്ടുള്ള ആളുകൾ. 2, ചെറുപ്പക്കാര്, യുവാക്കളും യുവതികളും. 3, കർഷകര്. 4, സ്ത്രീകൾ. ഈ 4 വിഭാഗങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ വേണ്ടത്. അത് പറഞ്ഞിട്ടാണ് ധനമന്ത്രി അവരുടെ പ്രസംഗം തുടങ്ങിയത് തന്നെ. എൻ്റെ ഈ പ്രസന്റേഷന്റെ ഈ സ്ട്രക്ചർ എങ്ങനെയാണ്? ഈ ബജറ്റിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് ലൈൻ, പൊളിറ്റിക്കൽ ബട്ട് പ്രൂഡന്റ് ബജറ്റ്. അപ്പൊ പൊളിറ്റിക്കൽ ഒരു ഡോക്യുമെന്റ് ആണ്. എപ്പോഴും സർക്കാരാണല്ലോ, ഭരിക്കുന്ന സർക്കാരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഭരിക്കുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തില് ഏകകക്ഷി ഭരണമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. BJP സർക്കാരിന്റെ ഏകകക്ഷി ഭരണമായിരുന്നു. അത് ഈ വർഷത്തിൽ മാറി കൂട്ടുകക്ഷി ഭരണമാണ്. കൂട്ടുകക്ഷി ഭരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതം കൂടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ താഴെ വീഴും. അതുകൊണ്ട് ഞാൻ അവിടെ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതും ഉമാം മാം പറയുണ്ടായി, ക്യാൻ ദ ഫൈനാൻസ് മിനിസ്റ്റർ കമ്പൈൻ ഗുഡ് ഇക്കണോമിക്സ് വിത്ത് ഷൂഡ് പൊളിറ്റിക്സ്? കാരണം അൺലെസ് യു പ്ലേ ഷൂഡ് പൊളിറ്റിക്സ് യു കനോട്ട് സർവൈവ്, ദ ഗവൺമെന്റ് വിൽ കൊളാപ്സ്. അപ്പൊ ഷൂഡ് പൊളിറ്റിക്സ് ആവശ്യമാണ്. അതേ സമയത്ത് ആ ഇക്കണോമിക്സ് ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം ബലികഴിക്കാൻ പാടില്ല. കാരണം സാമ്പത്തിക അച്ചടക്കം ബലികഴിച്ചു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ അത് രൂക്ഷമായിട്ട് ബാധിക്കും. അപ്പൊ ഈ ബജറ്റിന്റെ ഒരു വലിയൊരു മേന്മ ഞാൻ കാണുന്നത്, ഇത് രാഷ്ട്രീയ ധ്വനി അതിനകത്തുണ്ട്, നമുക്ക് എല്ലാവരും അറിയാം. ബജറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിലൊക്കെ തന്നെ സർക്കാരിനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആന്ധ്രാപ്രദേശിലെ TDP, തെലുഗുദേശം പാർട്ടി, പിന്നെ ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡ് പാർട്ടി. അപ്പൊ ഈ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ കാഴ്ചപ്പാടിലോ തമിഴ്നാടിന്റെ കാഴ്ചപ്പാടിലോ മറ്റു സംസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഫെയർ അല്ല എന്ന് പറയാം. പക്ഷെ അത് പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കൽ എക്സിജൻസിന്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി. പക്ഷെ ഇതിലെ മേന്മ എന്താന്ന് വെച്ചാൽ, തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടൊരു ധ്വനി ഈ ബജറ്റിൽ ഉണ്ടെങ്കിലും കൂടി തന്നെ സാമ്പത്തിക അച്ചടക്കം തീരെ ബലി കഴിച്ചിട്ടില്ല ബജറ്റിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബജറ്റിനെ കുറിച്ചിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് ന്യൂസ് പേപ്പർ, ഇന്ത്യയിലത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ന്യൂസ് പേപ്പറുകളിൽ ഒന്നാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. ഇക്കണോമിക് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, ബിസിനസ് ലൈൻ ഒക്കെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഇക്കണോമിക്സ് ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ്. ഞാൻ എല്ലാ ദിവസവും മുടക്കില്ലാണ്ട് വായിക്കുന്നതാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്. അവരുടെ ഒപ്പീനിയൻ ഞാൻ വളരെയധികം വിലമതിക്കുന്നതാണ്. ബിസിനസ് സ്റ്റാൻഡേർഡ് ഈ ബജറ്റിനെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ബട്ട് പ്രൂഡന്റ് എന്നാണ് അവർ പറഞ്ഞത്. 3 വാക്കുകളിൽ ഈ ബജറ്റിനെ വിശേഷിപ്പിച്ചു. പൊളിറ്റിക്കൽ, രാഷ്ട്രീയം ഉണ്ട് ഇതിനകത്ത്, ബട്ട് പ്രൂഡന്റ്, എങ്കിലും സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തിന് ഏറെ മുൻതൂക്കം നൽകുന്ന ബജറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെയധികം ബജറ്റിനെ പ്രശംസിച്ചുകൊണ്ടാണ് ബിസിനസ് സ്റ്റാൻഡേർഡ്, ഇക്കണോമിക് ടൈംസ് ഒക്കെ തന്നെ അവരുടെ എഡിറ്റോറിയൽ എഴുതിയത്, ബജറ്റ് കമന്ററി എഴുതിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിക് ഒബ്സർവേഷൻ നടത്തിയത്.